പറ്റി കള്ളം പറയുകയാണ്. സഹകരണ മേഖലയിലുള്ളവരുടെ പണമൊക്കെ തിരികെ കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ നരേന്ദ്രമോദി പറയുകയാണ്, ഈ കുറ്റക്കാരെ സഹകരണ മേഖലയിൽ കൊള്ള നടത്തിയ ഒരാളെ പോലെയും വെറുതെ വിടില്ല, അവരുടെ എല്ലാവരുടെയും പണം തിരികെ നൽകുമെന്നാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. അഴിമതി നടത്തിയവരുടെ പണം തിരികെ കിട്ടുമെന്ന് ഞാൻ നിങ്ങൾക്ക് വീണ്ടും അഴിമതി നടത്തിയവരെ തുറുങ്കിലടയ്ക്കുമെന്നും പണം നഷ്ടമായവർക്ക് അത് തിരികെ കിട്ടുമെന്ന് ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഉറപ്പ് നൽകുകയാണ്. നേരത്തെ തന്നെ ഇത്തരത്തിൽ അഴിമതി നടത്തിയിട്ടുള്ള 70,000-ഓളം കോടി രൂപയാണ് സാധാരണക്കാർക്ക് തിരികെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, ഈ പണം, സാധാരണക്കാരുടെ പണം, നഷ്ടപ്പെട്ടവ ആരായാലും അവരുടെ പണം നിങ്ങൾക്ക് തിരികെ കിട്ടും. അതിനുവേണ്ടി അഴിമതി നടത്തിയ എല്ലാവരെയും തുറുങ്കിലടയ്ക്കുമെന്നും ഞാൻ ഉറപ്പ് നൽകുകയാണ്. साथियों, खुली लूट के कारण केरला आर्थिक तबाही के कगार पर पहुंच चुका है। सरकारी खजाने खाली हो चुके हैं। राज्य सरकार के पास अपने कर्मचारियों को, पेंशनर्स को सैलरी देने के लिए पैसे नहीं है। केंद्र सरकार केरला के विकास के लिए जो पैसा भेजती है, उससे राज्य सरकार अपना कर्ज चुकाने में खर्च करती है। और ये लोग केंद्र सरकार पर झूठे आरोप लगाते हुए सुप्रीम कोर्ट गए और सुप्रीम कोर्ट ने ऐसी फटकार लगाई है तो उल्टे मुंह वापस दौड़ करके केरल पास वापस आ गए। सुप्रीम कोर्ट ने साफ कहा कि केरला में फाइनेंशियल क्राइसिस के लिए यहां की राज्य सरकार जिम्मेदार है। कांग्रेस हो या लेफ्ट, ये लोग केरला में मजबूत रहे तो केरला को तबाह करके ही मानेंगे, कुछ भी नहीं बचने देंगे। പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള കൊള്ളയടിക്കൽ മൂലമാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇന്ന് തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുന്നത്. നമ്മുടെ സർക്കാരിന്റെ ഖജനാവ് കാലിയായിരിക്കുന്നു. ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും പോലും നൽകാൻ കേരള സർക്കാരിന്റെ കയ്യിൽ പണമില്ല. കേരളത്തിന്റെ വികസനത്തിനായി കേന്ദ്രം നൽകുന്ന പണം ഇന്ന് കേരള സർക്കാർ കടം വീട്ടാൻ വേണ്ടി മാത്രം ചെലവഴിക്കുകയാണ്. പക്ഷേ കേന്ദ്രത്തിനെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച് ഇവർ സുപ്രീം കോടതിയിൽ പോയ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അവിടെ കേരളത്തിന്റെ മുഖത്തടിച്ച പോലെയുള്ള തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്നും കേരള സർക്കാരിന് കിട്ടിയത്. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേരളം ഭരിക്കുന്നവരുടെ കാര്യക്ഷമതയില്ലായ്മയും അവരുടെ മാത്രവും കുഴപ്പമാണെന്നാണ് സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ ശക്തരായി തുടർന്നാൽ, അവർ ശക്തരായി നിലനിന്നാൽ കേരളം തകരുമെന്ന കാര്യം, കേരളത്തിന്റെ ഭാവി സുരക്ഷിതമല്ല എന്ന കാര്യം ഉറപ്പാണ്. साथियों, पिछले 10 इयर्स में मैंने देश में ईमानदार सरकार चलाकर दिखाई है। हमारी सरकार ने करप्शन पर भी कड़ी कार्रवाई की है। इसलिए ये करप्ट लोग मोदी को रोकने के लिए अलायंस बना रहे हैं, लेकिन मोदी इनसे डरने वाला नहीं है। 26 अप्रैल को, 26 अप्रैल को कमल के बटन पर आपका एक वोट करप्शन के खिलाफ चल रहे इस आंदोलन को मजबूत करेगा, देश को करप्शन से मुक्ति दिलाएगा। പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 വർഷക്കാലം ഞാൻ ഈ രാജ്യത്തെ സത്യസന്ധമായി നയിച്ചു. അഴിമതി അവസാനിപ്പിക്കാൻ നിരവധി നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഈ അഴിമതി പാർട്ടികൾ നരേന്ദ്രമോദിയെ ചെറുക്കാൻ
മത്സരിക്കുന്നത്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ അഴിമതിക്കാരെ ഭയക്കുന്ന ആളല്ല നരേന്ദ്രമോദി. ഞാൻ അഴിമതിക്കാരോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഈ മാസം 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ താമര അടയാളത്തിൽ ചെയ്യുന്ന ഓരോ വോട്ടും ഇന്ന് ഈ രാജ്യത്ത് അഴിമതിക്കെതിരായി നടക്കുന്ന മുന്നേറ്റത്തിന് കരുത്തു പകരുന്നതാണ്, രാജ്യത്തെ അഴിമതി മുക്തമാക്കാൻ സഹായിക്കുന്നത്. साथियों, बीजेपी ने कोल्लम से श्री कृष्ण कुमार जी को अपना उम्मीदवार बनाया है। उनके लोकसभा सेवा के कार्यों और लोकप्रियता से आप भलीभांति परिचित हैं। बीजेपी ने तिरुअनंतपुरम से मेरे मित्र भाई राजीव चंद्रशेखर और टिंगल लोकसभा से हमारे पुराने साथी बी मुरलीधरन को प्रत्याशी बनाया है। इन दोनों ही लोगों ने अपनी शिक्षा और योग्यता के साथ देश में अलग पहचान बनाई हुई है। केरला का सम्मान बढ़ाया इन लोगों ने। मुरलीधरन जी ने विदेश राज्य मंत्री के तौर पर देश विदेश में अपनी प्रतिभा को साबित किया है। वैश्विक संकट के कई मौकों पर इन्होंने केरला और देश के लोगों को वापस भारत लाने के लिए बहुत काम किया है। राजीव जी आईटी सेक्टर, सेमीकंडक्टर और ऐसे महत्वाकांक्षी क्षेत्रों को आगे बढ़ाने के काम में लगे। इन तीनों को दिया गया आपका हर वोट केरला के विकास की नींव रखेगा। आप पर एक और जिम्मेदारी मेरी तरफ से, आप केरला के घर घर जाकर के मोदी जी के प्रणाम जरूर पहुंचाइए। പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടി കൊല്ലത്ത് ശ്രീ ജി കൃഷ്ണകുമാറിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജനപ്രിയതയും സേവന മനോഭാവവും ഒക്കെ നിങ്ങൾക്ക് അറിവുള്ളതാണ്. തിരുവനന്തപുരത്ത് എന്റെ സഹപ്രവർത്തകൻ രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങലിൽ എന്റെ പഴയകാലം മുതലുള്ള സുഹൃത്തായ ശ്രീ വി മുരളീധരനുമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ. ഇവര് രണ്ടുപേരും അവരവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും കഴിവും കൊണ്ട് കേരളത്തിന്റെ അഭിമാനം വർദ്ധിപ്പിച്ചവരാണ്. മുരളീധരൻജി വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ രാജ്യത്തിന് അകത്തും പുറത്തും കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. വിദേശ രാഷ്ട്രങ്ങളിലുണ്ടായ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും കേരളത്തിലെയും അച്ചിടങ്ങളിലെയും ജനങ്ങളെ ഭാരതത്തിൽ തിരികെ എത്തിക്കാൻ കഠിനാധ്വാനം ചെയ്ത വ്യക്തി കൂടിയാണ് ശ്രീ രാജീവ് ജി. അദ്ദേഹം IT, സെമി കണ്ടക്ടർ തുടങ്ങിയ പല മേഖലകളിലും പല മേഖലകളുടെയും വികസനത്തിന് വേണ്ടി നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു പ്രതിഭയാണ്. ഇവർ മൂന്നുപേർക്കും നിങ്ങൾ നൽകുന്ന ഓരോ വോട്ടും കേരളത്തിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. എനിക്ക് നിങ്ങളോട് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഞാൻ നിങ്ങളെ ഒരു ഉത്തരവാദിത്വം കൂടി ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ കേരളത്തിലെ ഓരോ വീടുകളിലും മോദിയുടെ സന്ദേശം, മോദിയുടെ ആശംസ എത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. मेरे साथ बोलिए, भारत माता की जय। पूरी ताकत से बोलिए, आप नहीं बोलोगे तो चलेगा। भारत माता की जय, भारत माता की जय, भारत माता की जय। बहुत बहुत धन्यवाद। वंदे मातरम। धन्यवाद, थैंक यू। भारत माता के जय, वंदे मातरम, भारत माता के जय, जय हिंद, जय माता। Say our respected Modi sir is come to Tamil Nadu from Gujarat, from Delhi, but we don't have a place to walk because everything is packed. 5 miles we cannot walk it, so I have taken this shooting from this. So sorry, so I have made it if our Prime Minister talk in Malayalam, we have to feel. So translation is there, so we cannot go nearby. That is the post, that is the importance of post. We Modi sir வந்தாங்க. எங்கள் டெல்லியிலேருந்து வந்திருக்காங்க. தமிழ்நாடு உள்ளே போக முடியல, யூடியூப் ரிப்போர்ட்டர் கூட உள்ளே போக முடியல.
அதனால் இதுலேருந்து எடுக்க வேண்டியிருக்காங்க. 5 மைல் நடந்து எவ்வளோ போவேன். நேற்று தான் புது வருஷம் நடந்து பேருக்கு இன்றைக்கி போக முடியலை. அதனால் இதிலே எடுத்தாச்சு. அவங்க பேசுகிறது எல்லாருக்கும் புரியாது ஹிந்தி. ஆனால் தமிழ்நாட்டில் ஹிந்தியே வைக்க மாட்டேங்காங்களா, அப்புறம் எங்கே புரியும்? எனக்கு தெரியும் 4 மொழிலாம். பாம்பேல இருந்தா इंग्लिश हिंदी मराठी. वो तो इतना दूर से आया है दिल्ली से, अच्छा बात कर रहे हैं. अभी पूरा किधर भी करप्शन है. इसके लिए क्या बोला, वो जो कैपिटल है तो उसका पैसा पूरा इधर जाते हैं, ऐसा बोला. इसके लिए करप्शन का हम लोग दूर करना, मुझे इलेक्शन का दूर करना चाहिए. बाय, सी यू, थैंक यू, धन्यवाद. बहुत अच्छा बोला. அனைத்து உத்தரவாதங்களையும் மோடி அரசு நிறைவேற்றி வருகிறது. Very nice. गारंटी मतलब Thank you very much for होने की भी गारंटी. Thank you. Come to our Tamil Nadu. Great. Thanks a lot. Thank you very much for your coming. Welcome to you. Thank you very much. Dhanyavad. Shukriya. All God bless you. Have a long life. All God bless you. You are an achiever. I have written one poem to you, but I cannot able to give it to you. கவிதை எழுதுனா கொடுக்க முடியல. எனக்கு ஒரு அப்ளிகேஷன் உங்களுக்கு டேரெக்டாக அனுப்பிடுறேன் யூடியூப்பில். வெரி நைஸ். யூ ஆர் எ கிரேட் அச்சீவர் பிகாஸ் யூ ஆர் இன் அ low level to top level. You are in a sky level. Before that, a low level. But it shows that the development of human being. So all you should have follow your talent. All should have that talent. உங்களை போல் உயரணும். ஒரு சாதாரண மனுஷனாக இருந்தீங்க, ஆயத்த வரைக்கும் வந்தீங்க. உங்களை பார்த்து எல்லா மக்களும் வந்து ஃபாலோ பண்ணட்டும். நல்லா வச்சுங்க. குளத்து வேலையெல்லாம் கொடுத்தீங்க, வீடெல்லாம் கட்டிக்கிட்டு ஒரு கவிதை கூட எழுதி வச்சா வர முடியலை, உள்ளே போக முடியலை யூடியூபராக. அதனால் நான் இதிலே சொல்லிக்கிறேன். நீங்கள் கேட்டுக்க, உங்களுக்கு யூடியூப் ஸ்பெஷலாக அனுப்பி வைக்கிறேன். ஸ்பெஷல் ஃபார் பிரைம் மினிஸ்டர்னு இங்கிலீஷில் தமிழில் எழுதியிருக்கேன். கவிதையெல்லாம் எழுதியிருக்க கொண்டு கொடுக்க முடியல, உங்களுக்கு ஸ்பெஷலாக அனுப்பி வைக்கிறேன். தேங்க்ஸ் எல்லோரும். உங்களை போல் ஒவ்வொருத்தர் கூட अभी कितना मेहनत करके पहला लो लेवल में रहते इतना हाई लेवल गया, आकाश लेवल में. सब लोग ऐसा मेहनत करना चाहिए. ऐसा रहेंगे तो सब टॉप रहेगा. अब तो उदाहरण है, लोटस तो लक्ष्मी रहते हैं. इन द लोटस लक्ष्मी इज देयर, सो लक्ष्मी गिल मनी ஆல்சோ டு யூ அக்கார்டிங் டு யுவர் ஹார்ட் ஒர்க். தாமரையில் தான் லக்ஷ்மி இருக்காங்க. நல்ல சின்னம். தாமரை வந்து செல்வத்தை கொடுக்க லக்ஷ்மி இருக்குது. லக்ஷ்மி கிடச்சா ஆதிலட்சுமி, அன்னலட்சுமி, விஜயலட்சுமி, சாந்தலட்சுமி, संतानलक्ष्मी, अधिष्टलक्ष्मी, अन्नलक्ष्मी, எல்லா 8 लक्ष्मियोட आशीर्वाद आपको रहेगा. सब लक्ष्मी देंगे, आप जीत जाएगा. धन्यवाद. थैंक यू वेरी मच. சூப்பர். வெரி நைஸ். யூ கேனாட் கோ அண்ட் அங்கே பக்கத்தில் போக முடியல. இப்போ எல்லாம் போயிடுவீங்க, முடிஞ்சுட்டு அங்கே போக முடியல. அதனால் தேங்க்யூ வெரி மச். தன்யவாத். டூ ரிமைனிங் டு டூ ஆல் குட் ஃபார் புவர் பீப்புள். I will give a special video for this. Thanks a lot. Thank you very much. Bye.